തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ആബ്സല്യൂട്ട് ചെയ്ത് ഞാൻ തന്നെയാ. എന്താ ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുന്നത്? വിജി, വിജി നിന്നെയാ വിളിക്കുന്നേ. അമ്മ പറയമ്മേ, എപ്പോഴാ വന്നത്? ഞാൻ എന്താ ഫോറിനില് ടൂറ് പോയിട്ട് വന്നതാണോ? എപ്പോ വന്നെന്ന് ചോദിക്കാൻ എന്തു പറ്റി നിനക്ക്? തനിയെ നിന്ന് ചിരിക്കുന്നുണ്ടല്ലോ. ഞാനേ ഈ കവിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ആ, അവനെ കണ്ടായിരുന്നോ? എന്താ അവൻ ചെയ്തത്? അതില്ലമ്മേ, ഇന്നൊരു സംഭവം ഉണ്ടായി. അതെങ്ങനെ ഞാൻ പറയണ്ടെന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയാം, കേട്ടോ. കവിനിന്ന് ഫുൾ മാർക്ക് വാങ്ങിയ കാര്യം എന്റെ അടുത്ത് അത്ര സന്തോഷത്തില് ഓടി വന്ന് എന്നോട് പറഞ്ഞമ്മേ. അത് മാത്രമല്ല, അവൻ എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പോ ഉടനെ എനിക്ക് എന്തോ ഒരു സന്തോഷം തോന്നി. അപ്പോ എനിക്ക് തോന്നിയ ഒരു വികാരം എന്താന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ അറിയില്ലമ്മേ. അത് ഞാൻ പ്രസവിച്ച കുഞ്ഞ് ജീവനോടെ വന്ന് അമ്മയെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച എനിക്ക് എന്താണ് തോന്നുക? അങ്ങനെയാ എനിക്ക് തോന്നിയതമ്മേ. അവന് ഏതോ ഒരു വീട്ടിലെ മോൻ തന്നെയാണ്. എന്നാലും അവനോട് എനിക്ക് എങ്ങനെ ഒരു കണക്ഷൻ തോന്നുമെന്ന് ഞാൻ ഓർത്തത് പോലും ഇല്ല. അവനും അതെ, ഫുൾ മാർക്ക് വാങ്ങിയ സന്തോഷത്തില് എന്നോട് ഭയങ്കര ഫ്രണ്ടായി പോയി. സന്തോഷത്തോടെ സംസാരിക്കുന്നു. എന്നോട് അധികാരത്തോടെ അവനിപ്പോ പെരുമാറുന്നേ. അതുമാത്രമല്ലമ്മേ, അവന്റെ അച്ഛൻ ഇന്ന് അവനെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ എന്റെ കൂടെ മിടുക്കനായിട്ട് സ്കൂട്ടറിലിരുന്ന് വന്നമ്മേ. ആ, ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് കറങ്ങി. അവന് ചോക്ലേറ്റ് വാങ്ങിക്കൊടുത്തു, അത് കഴിച്ചു, ഐസ്ക്രീം വാങ്ങിക്കൊടുത്തു. എനിക്കെന്തോ നിലയുടെ പോലെ തന്നെ അവനെ തോന്നി അമ്മ. ഞാൻ അവനെ കുറിച്ച് കുറച്ച് ഓവറായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൻ വേറെ വീട്ടിലെ കുട്ടിയാ. എന്തൊക്കെ പറഞ്ഞാലും അവൻ എനിക്ക് സ്വന്തം ആവാനൊന്നും പോകുന്നില്ല. എന്നാൽ അവന്റെ ഓരോ കളികളും ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം അവന് കിട്ടിയ ഫുൾ മാർക്ക്, അതിൽ അവന് തോന്നിയ സന്തോഷം, അവനെന്നെ കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് തോന്നിയ സന്തോഷം, ഇതെല്ലാം കൂടി നോക്കുമ്പോ അവനുമായിട്ട് പല വർഷത്തെ ബന്ധം എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നമ്മ. ഇതൊന്നും ശരിയാണെന്ന് എനിക്കറിയില്ല. എന്നാലും മനസ്സിന് എന്തോ ഒരു തൃപ്തിയും സമാധാനവും തരുന്നുണ്ടത്. അവന്റെ കൂടെ ഞാൻ നിൽക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ ഒരുപാട് സന്തോഷം തോന്നി. അമ്മേ, എനിക്ക് അവനോട് സംസാരിക്കാൻ തോന്നുന്നുണ്ടമ്മേ. ഞാൻ ചില കാര്യങ്ങൾ നടക്കാൻ വേണ്ടി എന്തൊക്കെ പ്ലാൻ ചെയ്തോ അതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. വളരെ സന്തോഷമുണ്ട്. ദൈവത്തിന് നന്ദി പറയാ. അമ്മേ, 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 ആ, അമ്മേ, ഞാൻ കവിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറയുമ്പോ അമ്മ എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇല്ല, നീ പറഞ്ഞതൊക്കെ ഞാനൊന്ന് ആലോചിച്ച് നോക്കുമായിരുന്നു. കേൾക്കാൻ നല്ല സന്തോഷമുണ്ട്. നിനക്കിപ്പോ ആ മോനോട് സംസാരിക്കണോ അല്ലേ? നിക്ക്, ഇപ്പൊ തന്നെ വിളിച്ചേരാ, സംസാരിക്കാം. മോനെ, എന്റെ മോക്ക് കവിനോടൊന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഫോണൊന്ന് കവിന്റെ കയ്യിൽ കൊടുക്കാൻ പറ്റുമോ? പിന്നെന്താ, ഉറപ്പായിട്ടും കൊടുക്കാമേ. ഒരു മിനിറ്റ്. എന്താ അച്ഛാ? നിന്റെ പുതിയ ഫ്രണ്ടിനെ നിന്നോട് സംസാരിക്കണം. പുതിയ ഫ്രണ്ടാ? ആരാ പുതിയ ഫ്രണ്ട്? ആദ്യം ഫോൺ പിടിക്കടാ.
സംസാരിച്ചല്ലേ അറിയൂ. ഹലോ, ആരാ? കവിൻ, ഞാൻ നിലയുടെ അമ്മയാടാ. ഹായ് ആന്റി, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നീ ഓക്കെ അല്ലേടാ? ഞാൻ ഇവിടെ സൂപ്പർ ആയിട്ടിരിക്കുക. അത് മാത്രമല്ല ആന്റി, ഞാൻ വളരെ ഹാപ്പി ആയിട്ടായിരിക്കുന്നേ. ആണോ? അതെ.